അങ്ങനെ ദിയാകൃഷ്ണയ്ക്ക് ബോധോദയം വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സ്വന്തം കുഞ്ഞിനെ അമിതമായി വ്ളോഗുകളിൽ കാണിക്കുന്നത് താൻ നിർത്താൻ പോവുകയാണെന്നൊക്കെയാണ് ദിയ പറയുന്നത്. പേളിമാണിക്കുള്ള ഒരു മറുപടിയായി വേണമെങ്കിൽ നമുക്ക് ഇതിനെ കാണാവുന്നതാണ്. എങ്ങനെയാണ് ഇത് പേളിയുമായി കണക്ട് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. റീസെന്റ് നമ്മൾ ഉണ്ണി വ്ളോഗ്സ് ഈ വിഷയത്തിൽ പേളിമാണി വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓർക്കുന്നുണ്ടാകും അത്. പേളി സ്വന്തം മക്കളെ വെച്ച് സ്ഥിരമായി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതിനെതിരെ ഉണ്ണി സംസാരിച്ചിരുന്നു. അതിന് മറുപടിയായി പേളി ആ വീഡിയോക്ക് താഴെ ഒരു കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റിലൂടെ ദിയാകൃഷ്ണയെ ഈ വിഷയത്തിലേക്ക് അനാവശ്യമായി പേളി വലിച്ചിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ എനിക്കിതൊന്നും കുഴപ്പമില്ല, പക്ഷെ ദിയാകൃഷ്ണ ഇതൊന്നും കേൾക്കണ്ട, അവൾക്ക് ഇതൊന്നും സഹിച്ചു എന്ന് വരില്ല, അവളൊക്കെ ന്യൂ മോമാണ്, ഇതൊക്കെ കേട്ട് അവൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് പേളി കമന്റ് ചെയ്തിരുന്നത്. ഒരു ആവശ്യവും ഇല്ലാതെയാണ് പേളി അന്ന് ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ടത്. കൂട്ടിനൊരാൾ എന്ന നിലക്കാണ് പേളി അങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. ഞാൻ മാത്രമല്ല കുട്ടികളെ വെച്ച് വ്ലോഗ് ചെയ്യുന്നതും ദിയയും ചെയ്യുന്നുണ്ട് എന്ന് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു പരിപാടി. പക്ഷെ അങ്ങനെ തന്നെ കൂട്ടി പിടിക്കണം എന്നാണ് ദിയയുടെ നിലപാട്. ദിയ തന്നെ അവരുടെ ഏറ്റവും പുതിയ വീഡിയോയിലൂടെ പറയുന്നത്, ഞാൻ കുഞ്ഞിനെ അധികം വീഡിയോകളിൽ കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ്. കുഞ്ഞിനെ മാത്രമല്ല പഴയ പോലെ ഇനി പേഴ്സണൽ ലൈഫ് ഒന്നും അധികം വ്ലോഗിൽ ഉൾപ്പെടുത്തേണ്ട എന്നാണ് തീരുമാനമെന്നും ദിയ പറയുന്നുണ്ട്. അതിനുള്ള വ്യക്തമായ കാരണങ്ങളും ദിയ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ദിയയുടെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാനൊരു വ്ലോഗ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം സമയമില്ല, സത്യം പറഞ്ഞാൽ സമയമില്ല. ഞാൻ ഒരു മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ പിന്നാലെയാണ് ഫുൾ ടൈം നടക്കുന്നത്. സ്വാഭാവികം, കുഞ്ഞുള്ളവർക്ക് ഇത് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. പ്രത്യേകിച്ച് ന്യൂ മോംസ് കുഞ്ഞുണ്ടാകുന്നതോടെ അവരുടെ ജീവിതം തന്നെ അങ്ങ് മാറി മറിയുകയാണ്. കുഞ്ഞിനെ നോക്കാനേ സമയം കാണും. കുഞ്ഞായിരിക്കും എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി. ഈ കുഞ്ഞുണ്ടാവുന്നതോടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റം സത്യം പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. ആ കുഞ്ഞിനൊക്കെ അവർ ടേക്ക് കെയർ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടാൽ ഇത്രയും കാലം ഞാൻ കണ്ട പെണ്ണ് തന്നെയാണ് ഇതെന്ന് ഭർത്താക്കന്മാര് പോലും സംശയിച്ചു പോകും. അത്രയും വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ധർമാക്കൂടി ഇട്ടോക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മളിങ്ങനെ ടൂ മച്ച് ആയിട്ട് നമ്മള് ബേബി ഇൻവോൾവ് നമ്മുടെ ലൈഫ് നമ്മളിങ്ങനെ ടൂ മച്ച് ആയിട്ട് ഓപ്പൺ അപ്പ് ആക്കി കാണിക്കേണ്ട ഒരു തോട്ട് എനിക്ക് ഇടയിൽ വെച്ചൊക്കെ വന്നു. നമ്മള് വളരെ നല്ല തീരുമാനം. ഇത് കുറച്ച് നേരത്തെ എടുക്കേണ്ടതായിരുന്നു. പക്ഷെ വൈകിയാണെങ്കിൽ ബുദ്ധി ഉദിച്ചല്ലോ. അതിനൊരു കൺഗ്രേറ്റ്സ് പിടി. നൈസായിട്ട് ഇതേ കൂട്ടി പിടിക്കാൻ നോക്കിയ പേളിപ്പാരായി. അതന്നെ. അല്ലെങ്കിലും കുഞ്ഞുങ്ങളെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത് അത്ര നല്ല പരിപാടിയല്ല. അവരുടെ ചില ഫോട്ടോകളോ നല്ല മൊമെന്റ്സ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. 24 മണിക്കൂറും അവരെ ഷൂട്ട് ചെയ്ത് കണ്ടന്റ് ആക്കുന്നതിനെതിരെയാണ്. ഇങ്ങനെ കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് വരും വരായികളെ കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല എന്നുള്ളതാണ് വാസ്തവം. സോഷ്യൽ മീഡിയ അറ്റൻഷന് പുറമെ ഇങ്ങനെ കുട്ടികളെ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളമാണെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ വെച്ച് വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾ വളർന്നു വരുമ്പോഴാണ് അതവരെ നന്നായി ഹോണ്ട് ചെയ്യുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ചെറുതിൽ എല്ലാവരും ബെഡിൽ മുള്ളാറുണ്ടല്ലോ. അപ്പൊ അതൊരു കോണ്ടന്റ് ആക്കുന്ന സമയത്ത് അവന്റെ അമ്മ പറയുകയാണ്, ഇവൻ അപ്പടി കുരുത്തക്കേടാണ്, ഇന്നലെയും ബെഡിൽ മുള്ളിയെന്ന്. അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുന്ന ആരാലും ഒന്ന് കെട്ടി ചിരിച്ചു പോകും അല്ലെ. പക്ഷെ ആ കുഞ്ഞു വളർന്ന് വലുതാക്കുമ്പോൾ അവന് സ്കൂളിൽ പോകുന്ന സമയത്ത് അവന്റെ സഹപാഠികളെല്ലാം അതും പറഞ്ഞ് അവനെ കളിയാക്കാൻ സാധ്യതയുണ്ട്. നീ ബെഡിൽ മുള്ളിയ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കെടുപ്പുണ്ടല്ലോ എന്നുള്ളത്. അത് കേൾക്കേണ്ടി വരുമ്പോൾ അവന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് കേട്ടോ. ഇത് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞതുമാണ്. സന്ദർഭം വന്നപ്പോൾ ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എനിവേ, ഇങ്ങനെ ഓരോ കുഞ്ഞിന്റെയും പ്രൈവറ്റ് ലൈഫ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ അത് ഭാവിയിൽ കുഞ്ഞിനായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക. എല്ലാ കുട്ടികളും നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അത് അവരെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആക്കാൻ വരെ ചാൻസ് ഉണ്ട്. എന്തായാലും കുറച്ച് വൈകിയാണെങ്കിലും ദിയാകൃഷ്ണ ഇതെല്ലാം തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ബാക്കിയാണ് നോക്കാം. ടു മച്ച് ഓഫ് എന്താ പറയുക, അഫ്കോഴ്സ് പോസിറ്റീവ് കാര്യത്തെ പറ്റില്ല ഞാൻ പറയും. നെഗറ്റീവ് കാര്യത്തിൽ ഒരുപാട് ഒപ്പീനിയൻസ് വരും. കുഞ്ഞിനെ അങ്ങനെ ചെയ്യില്ല, കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യില്ല, കുഞ്ഞിനെ അത് കൊടുക്കണം, കുഞ്ഞിന് ഇത് കൊടുക്കണം, കുഞ്ഞിന് തല കുത്തിർത്തണം, കുഞ്ഞിന് തലയിരുത്തണം, തറയിരുത്തണം, ഇങ്ങനെ കുറെ ഒപ്പീനിയൻസ് വരും. ബിക്കോസ് അതെ, അങ്ങനെ പല ഒപ്പീനിയനുകളും വരും. അത് തന്നെയാണ് പ്രശ്നം. ആളുകളുടെ മുന്നിലേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ പ്രൈവറ്റ് ലൈഫ് ഇട്ട് കൊടുക്കുമ്പോൾ അവരത് കണ്ട ശേഷം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് പ്രശ്നം. വെറുതെ നമ്മളായിട്ട് എന്തിനാണ് അതിന് വഴി വെച്ച് കൊടുക്കുന്നത്? കുഞ്ഞിനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പോംവഴി. ബാക്കി നോക്കാം. എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അല്ലേടാ, നീങ്ങുവാ മമ്മ എടുക്കാം. അപ്പൊ ആള് എന്ത് വീഡിയോ എടുത്തു തുടങ്ങിയാൽ ഞാൻ അശ്വിനോട് സംസാരിക്കുന്നു എന്നുള്ള തോട്ടിൽ ഇതുപോലെ കരയാൻ തുടങ്ങും. അവന് ഞാനും അശ്വിനോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. സംസാരിക്കരുത്, അത് നിനക്കുള്ളത് തന്നെയാണ്. അപ്പൊ പല വീടുകളിലും പല രീതിയിലാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പൊ ഇപ്പൊ എന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ തൊട്ടപ്പുറത്തെ വീട്ടില് ഫ്ലാറ്റിലുള്ള ഒരാൾ കൊച്ചിനെ വളർത്തുന്ന പോലെ ആയിരിക്കില്ല ഞാൻ വളർത്തുന്ന പോലെ ആയിരിക്കില്ല അവര് വളർത്തുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ രീതി. നമ്മൾ വളർന്ന സാഹചര്യം, നമ്മുടെ വീട്ടിൽ നമ്മളെ പഠിപ്പിച്ച കുറെ കാര്യങ്ങൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, പ്ലസ് ഇതിനെല്ലാത്തിനും ഉപരി is my baby. Like he came from this stomach only. അപ്പൊ എനിക്ക് ഇവൻ എന്താണ് ഇഷ്ടം, എന്താ ഇഷ്ടമില്ലാത്ത, ഇവ എന്ത് കണ്ടാൽ കരയും, എന്തിട്ടാ കരയില്ല, ഇതെല്ലാം എനിക്കറിയാം. എല്ലാവരെയും കാണും, ഈ ലോകത്തുള്ള എല്ലാവരെയും കൂടുതൽ എനിക്കതറിയാം. അപ്പൊ എനിക്ക് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അഫ്കോഴ്സ് ബേബി അങ്ങനെ ചെയ്യണം, ബേബി ഇങ്ങനെ ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ മീൻ അഫ്കോഴ്സ് അത് കുറെ പേർക്ക്, എനിക്ക് തോന്നുന്നു എന്റെ ലാസ്റ്റ് ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞത് കുറെ സബ്സ്ക്രൈബേഴ്സിന് ചിലവർക്ക് ഹേർട്ടായി.
ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതേ അല്ല. നമുക്കിപ്പോ ഇപ്പോ എന്റെ എന്താ പറയുക, ഒരു വ്ളോഗിന്റെയോ ഫോട്ടോയുടെ അടിയിൽ വന്ന് ചിലവർ കമന്റ് ഇടും, എന്നിട്ട് പറയും നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, നമ്മൾ നമ്മുടെ ഒപ്പീനിയൻ ആണ് പറയുന്നത് എന്നുള്ളത്, നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു ഫേക്ക് പ്രൊഫൈൽ എന്നാണ് പറയുന്നെങ്കിൽ പോലും, ഒരു ഫേക്ക് പ്രൊഫൈലിന്റെ ബാക്കിയിരിക്കുന്ന ആൾ പോലും ഒരു ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി തർക്കിക്കുകയാണ്. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആള്, എല്ലാവർക്കും എന്റെ ഐഡന്റിറ്റി അറിയാം, ഫേക്ക് പ്രൊഫൈൽ അല്ല, ഒരു ഫേക്ക് ഐഡന്റിറ്റി അല്ല. ദിയ എന്ന് പറയുന്ന ഒരാൾക്ക് എന്റേതായ ഒരു ഒപ്പീനിയൻ, എന്റേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ ഇൻഡിവിജ്വലിസം കീപ്പ് ചെയ്ത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത് എന്റെ വ്ളോഗിനകത്ത്. അപ്പൊ അത് ഹേർട്ട് ആകുക എന്നുള്ളത്, അത് നിങ്ങൾ ഹേർട്ട് ആവേണ്ട കാര്യം. എന്നാൽ പിന്നെ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്കും ഹേർട്ട് ആവുമെന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യാൻ. മനസ്സിലായില്ല? അത് എന്റെ വ്ളോഗ് മാത്രം പറയുന്നില്ല, ഈ ലോകത്ത് ആരുടെയും വ്ളോഗ് ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് അടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ പറയാതിരിക്കുക. മനസ്സിലായില്ല? ബിക്കോസ് നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കുക. ഇഫ് ഐ എം നോട്ട് ഹേർട്ടിങ് എനിബഡി ഇൻ ദ വീഡിയോ അല്ലെങ്കിൽ ത്രൂ ദ വീഡിയോ, നമ്മൾ വെറുതെ കമന്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. ഇഫ് യു കാൻറ്റ് സേ എനിത്തിങ് കൈൻഡ് ഡോണ്ട് സേ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞതിന് ആകത്തുക എന്താണെന്ന് വെച്ചാൽ, എന്റെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആരും നെഗറ്റീവ് കമന്റ് ഇടരുത് എന്നുള്ളതാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വ്ളോഗ് ചെയ്യും, അതൊക്കെ കണ്ട് കൈയടിച്ച് കുമ്പിട്ട് തൊയ്ത് പോയാൽ മാത്രം മതി. ആരും നെഗറ്റീവ് പറയാൻ വരരുത്. ഇതാണ് ദിയയുടെ സ്റ്റാൻഡ്. ഓക്കെ, ദിയയുടെ കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആ കുഞ്ഞിനെ കുറിച്ചോ അല്ലെങ്കിൽ ദിയ ആ കുഞ്ഞിനെ നോക്കുന്ന രീതിയെ കുറിച്ചോ ഒന്നും ആരും കുറ്റം പറയുന്നത് ദിയക്ക് ഇഷ്ടമാവില്ല, സ്വാഭാവികമാണ്. പക്ഷെ ആരാണ് ഇങ്ങനെ ആളുകൾക്ക് കുറ്റം പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്? ദിയ തന്നെയല്ലേ. ആരും ഒന്നും പറയരുത് എന്നുണ്ടെങ്കിൽ പബ്ലിക് കാണുന്ന രൂപത്തിൽ വ്ളോഗ് ചെയ്യരുത് എന്നുള്ളതാണ് അതിനുള്ള പോംവഴി. പ്രൈവറ്റ് വ്ളോഗുകൾ ചെയ്യുക, എന്നിട്ട് ദിയയുടെ കുടുംബം മാത്രം അതിരുന്ന് കാണുക. ആരും ഒന്നും പറയാതിരിക്കാൻ ഇത് മാത്രമാണ് ഏക വഴി. അല്ലെങ്കിൽ പിന്നെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുക. അത് പക്ഷെ റീച്ചിനെ ബാധിക്കുന്നതിനെ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യൂലല്ലോ അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വ്ളോഗുകൾ കാണുന്ന ആളുകൾ നിങ്ങൾ കുഞ്ഞിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെ കാണുന്ന എല്ലാവരും ലവ് ഇമോജി ഇട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. ആളുകൾ പലതരമാണ്, പലരും പല രീതിയിലാവും റിയാക്ട് ചെയ്യുക. ഒരു സാധനം പബ്ലിക്കിൽ വിടുമ്പോൾ പിന്നെ അതിന്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ പലതരത്തിലുള്ള കമന്റുകൾ വരും. അത് ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അത് തന്നെയാണ് ബെസ്റ്റ്. കുഞ്ഞിനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് പരമാവധി കുറയ്ക്കുക. അതോടെ കുഞ്ഞിനെ കുറിച്ചുള്ള ആളുകളുടെ കമന്റുകളും സ്റ്റോപ്പ് ആയിക്കോളും. അത്രേ ഉള്ളൂ. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. ജസ്റ്റ് മൂവിംഗ് ഓൺ. ഞാൻ അതൊന്നും ടോപ്പിക് ഒന്നും ഇത്രയും നാൾ വ്ളോഗ് എടുക്കാത്തതിന്റെ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ വണ്ണത്തെ റീസൺ ഇതും കൂടെ. ടൂ മച്ച് ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഓപ്പൺ ബുക്ക് ആയിട്ട് ജീവിച്ചാലും ശരിയാവത്തില്ല. ബിക്കോസ് നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞിനെ പോലെ എന്റെ വീട്ടിലെ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്റെ കുഞ്ഞിനെ പോലെ വളർത്തിയാലെന്നൊരു തോട്ട് വരും. ആ തോട്ട് റോങ് ആണ്. അപ്പൊ ഞാൻ ആ തോട്ട് എല്ലാവരും ഒന്ന് പ്രേരിപ്പിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് നാളൊന്ന് ഒതുങ്ങി നിന്നു എന്ന് മാത്രം, വേറെ ഒന്നുമല്ല. അപ്പൊ നമ്മുടെ ബേബി ഹാപ്പി കുട്ടി ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു, ഹാപ്പി ജോളി. ഇടയ്ക്കിടയ്ക്കൊക്കെ കാര്യം കേട്ടോ, പക്ഷെ ഇന്നലെ ഹാപ്പി ജോളിയാണ് മൊത്തത്തില്. ഈ ഹാപ്പി ഞാനും അശ്വിനും ഏറെക്കുറെ ഇപ്പൊ നല്ല ട്രെയിൻഡ് ആയി വരുന്നുണ്ട്. ഇപ്പൊ എന്ത് കൊടുക്കണം എല്ലാം നമ്മൾ പഠിച്ചു ചെയ്യുന്ന ഇഷ്ടപ്പെട്ട സാധനം. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അവിച്ച പഴം, അതിനകത്ത് കൽക്കണ്ടം ചേർത്ത് മിക്സ് ചെയ്ത് അടിച്ചു കൊടുക്കണം. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യം? കുഞ്ഞിനെ എങ്ങനെ നോക്കണം എന്ന് ആരെന്നെ ഉപദേശിക്കേണ്ട എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്റെ കുഞ്ഞിന് അവിഞ്ഞ പഴം കഴിക്കാനാണ് താല്പര്യം എന്ന് പറയുന്നത് എന്തിനാണ്? ദിയയുടെ കുഞ്ഞിന് അവിഞ്ഞ പഴമാണ് ഇഷ്ടം എന്ന കാര്യം ആളുകളോട് ഷെയർ ചെയ്തത് കൊണ്ട് അത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഇല്ലല്ലോ. ദിയക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അതുമില്ല. കുഞ്ഞിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്തോ, ഒട്ടും വാല്യുബിൾ അല്ലാത്തൊരു ഇൻഫർമേഷൻ എന്തിനാണ് ഷെയർ ചെയ്യേണ്ട ആവശ്യം? ഇനി ആളുകൾ ഇതും ജഡ്ജ് ചെയ്യില്ലേ? ഇത്രയും പൈസ ഉണ്ടായിട്ടും കുഞ്ഞിന് അവിഞ്ഞ പഴമാണ് കൊടുക്കുന്നതെന്ന് പറയില്ലേ? എന്റെ കുഞ്ഞിന് ആരൊന്നും പറയേണ്ട എന്ന് പറയുന്ന ആള് തന്നെ പിന്നെ എന്തിനാണ് കുഞ്ഞിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്? ഇതൊക്കെയാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം കുറ്റം മുഴുവനും വീഡിയോ കാണുന്നവരുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇപ്പൊ എടുത്ത ഡിസിഷൻ നല്ലതാണ്. അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.